തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കാൻ ഒരു ദിനം ബാക്കി നിൽക്കെ LDFനെ പ്രതിസന്ധിയിലാക്കി വിമത സ്ഥാനാർത്ഥികൾ. മണ്ണാർക്കാട് PK ശശി അനുകൂലികളുടെ ജനകീയ മതേതര മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ LDF ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മത്സരത്തിനിറങ്ങി. നാമനിർദ്ദേശ സമർപ്പണത്തിന്റെ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് LDFനെ വിമതശല്യം പിടികൂടിയത്. പാലക്കാട് ജില്ലയിൽ നേരത്തെ തന്നെ അസ്വാരസ്യം പ്രകടിപ്പിച്ച PK ശശി അനുകൂലികൾ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജനകീയ മതേതര മുന്നണിയുടെ ബാനറിലാണ് മത്സരത്തിനിറങ്ങുന്നത്. നഗരസഭയിൽ 10 സീറ്റുകളും ബ്ലോക്ക് പഞ്ചായത്തിൽ 1 സീറ്റിലും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഒരാളെയും കോട്ടോപ്പാടം പഞ്ചായത്തിൽ 5 സീറ്റിലുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. PK ശശിയെ മാറ്റി നിർത്തിയതിലെ അമാർഷവും സങ്കടവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയും SFI മുൻ ഏരിയ സെക്രട്ടറിയുമായ AK ഷാനിഫ്. PK ശശിയെ കഴിഞ്ഞ കുറെ കാലങ്ങളായി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പാലക്കാട് ജില്ലക്കകത്തുണ്ട്. ആ ആളുകളുടെ ഉൾപ്പെടെയുള്ള ഒരു ഒരു ദേഷ്യവും ഒരു സങ്കടവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ഒരു സംവിധാനത്തെ ജനകീയ മതേതര മുന്നണിയെ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ താൻ പറഞ്ഞിട്ടല്ല ആരും മത്സരിക്കുന്നതെന്ന് PK ശശി. എനിക്ക് എൻ്റെ ഒരു വിഭാഗം ഈ പാർട്ടിയിലില്ല. എൻ്റെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും എൻ്റെ സാമാന്യം ദീർഘമായിട്ടുള്ള പൊതുജീവിതത്തിനിടയിൽ ഞാൻ നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ശശി വിഭാഗം എന്ന് പറയുന്നതിനെ പരിപൂർണമായി ഞാൻ അവഗണിച്ചു തള്ളുകയാണ്. ശശി അനുകൂലിക്കുന്നവർ മത്സരിക്കുന്നത് ബാധിക്കില്ലെന്ന നിലപാടിലാണ് CPIM. പരസ്യ പ്രതികരണം പിന്നീടെന്നും ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി വ്യക്തമാക്കി. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ പടലപ്പിണക്കം രൂക്ഷമായ കണ്ണൂർ പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ CPIM ബ്രാഞ്ച് സെക്രട്ടറി രംഗത്തെത്തി. നഗരസഭയിലെ 36-ാം വാർഡിലാണ് മുന്നണിയെ പ്രതിസന്ധിയിലാക്കി കാര ബ്രാഞ്ച് സെക്രട്ടറി C വൈശാഖ് പത്രിക സമർപ്പിച്ചത്. പത്രിക സമർപ്പണത്തിന് വൈശാഖിന് പിന്തുണയുമായി 3 ബ്രാഞ്ചുകളിൽ നിന്നുള്ള 30ഓളം CPIM അംഗങ്ങളും രംഗത്തെത്തി. പാർട്ടിക്ക് രാജിക്കത്ത് കൈമാറിയതിനു ശേഷമാണ് മത്സരിക്കുന്നതെന്ന് വൈശാഖ്. എൻ്റെ നാട്ടുകാരെന്നാ പറയുന്നത് അതിനനുസരിച്ചായിരുന്നു. നാട്ടുകാർ എന്നോട് പിന്തുണയ്ക്കണമെന്ന് ഞാൻ പിൻവലിക്കും. പക്ഷേ നാട്ടുകാർ പറയാതെ ഞാനൊന്നും ചെയ്യില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇല്ല. ഞാൻ പാർട്ടിക്കെതിരല്ല. ഞാൻ എൻ്റെ നാട്ടുകാരുടെ കൂടെ മാത്രമാണ്. അത്രയേ ഉള്ളൂ. നാട്ടുകാരുടെ കൂടെ നിൽക്കുന്നത് മാത്രമാണ് എൻ്റെ സ്റ്റാൻഡ്. തർക്കം രൂക്ഷമായ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ അവസാന നിമിഷങ്ങളിൽ കൂടുതൽ പേർ വിമത സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.